നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അനുസരിക്കാൻ അവിടുത്തെ സ്വദേശികൾ മാത്രമല്ല, അവിടുത്തെ പ്രവാസികളും ബാധ്യസ്ഥരാണ്. നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന സൗദിയിൽ ഇതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ സൗദിയിൽ വിവിധ നിയമലംഘനങ്ങൾ നടത്തിയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടും വിവിധ ജയിലുകളിൽ കഴിയുന്നവരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. 40 മലയാളികളടക്കം 115 ഇന്ത്യൻ പ്രവാസികളാണ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നത്. തെക്കൻ പ്രവിശ്യയായ അസീർ മേഖലയിലെ അബഹ, ഖമീസ്, മുഷൈദ്, മൊഹൈൽ, അസീർ ജയിലുകളിലായാണ് 115 ഇന്ത്യക്കാർ തടവിൽ കഴിയുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് തടവിൽ കഴിയുന്നത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘത്തിന്റെ ജയിൽ സന്ദർശനത്തിലാണ് ഈ കണ്ടെത്തൽ. വാഹനാപകട കേസിൽ മോചനദ്രവ്യം നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ പ്രതിയായ ഒരാളും മയക്കുമരുന്നുകളുടെ ഉപയോഗം, വിതരണം എന്നീ കുറ്റകൃത്യങ്ങളിൽ പെട്ടവരും, ജോലി സ്ഥലങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവരും, സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകിയവരും, നിയമലംഘകരെ സംരക്ഷിച്ചവരും, മോഷണക്കുറ്റം ചുമത്തപ്പെട്ടവരും ഒക്കെയാണ് ഈ ജയിലുകളിൽ കഴിയുന്നത്. പതിവിലും വിപരീതമായി കൂടുതൽ ആളുകൾ മലയാളികളാണ്. മദ്യപിച്ച് വാഹനമോടിച്ച പോലീസ് വാഹനത്തിന് കേടുവരുത്തിയ ഒരു മലയാളിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത കാലത്ത് മയക്കുമരുന്ന് നിയന്ത്രണ ക്യാമ്പയിനെ തുടർന്ന് പിടിയിലായവരാണ് മലയാളികളിൽ അധികവും. 8-10 വർഷം ജയിൽ ശിക്ഷയും വലിയ തുക പിഴയുമാണ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടവർക്ക് ചുമത്തിയിട്ടുള്ളത്. അതുപോലെ കൊലപാതക കേസിൽ പ്രതിയായ 14 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശ് സ്വദേശിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ തടവിൽ കഴിയുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും മോചനത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകാം ഇന്ത്യൻ കോൺസുലേറ്റ് സംഘം ജയിലുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടാവുക. ഇതിലും ഇരട്ടിയോളം വരുന്ന ഇന്ത്യക്കാരാണ് കുവൈത്തിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നത്. 446 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരിക്കടത്ത്, കൊലപാതകം, മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ശിക്ഷിക്കപ്പെട്ട ദീർഘനാളായി ജയിലിൽ കഴിയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തടവുകാരിൽ മലയാളികളുമുണ്ട്. അതിനിടെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ഇന്ത്യൻ തടവുകാരന്റെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചിരുന്നു. കൊലപാതക കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശിയുടെ ശിക്ഷയാണ് മാറ്റിവെച്ചത്. ഇയാളുടെ ബന്ധുക്കൾ മാപ്പപേക്ഷ ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് തൂക്കുകയറിൽ നിന്നും അവസാന നിമിഷം ഒഴിവായത്. തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കുവൈറ്റും ധാരണയിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് 250 ഇന്ത്യൻ തടവുകാരുടെ പട്ടിക തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ തടവുകാർക്ക് ശിക്ഷാ കാലാവധി ഇന്ത്യയിൽ പൂർത്തിയാക്കുന്ന നിലയിലായിരുന്നു ഇത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.